എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. നീ എനിക്ക് നഷ്ടപ്പെടണം, അല്ലെങ്കിൽ നീ എനിക്കൊരു ബാധ്യതയാവും. മാത്രമല്ല, ഇന്ന് നീ എന്റെ മനസ്സിലില്ല. നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേകുമീ വെൺമേഘവും മഴനീർക്കിനാവായി മറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടവനായി പടിയിറങ്ങുന്ന സേതുമാധവനോടൊപ്പം നെഞ്ചുപൊട്ടിക്കരയുന്ന ഒരു പ്രകൃതി എന്നും ഏതൊരു മലയാളിയുടെയും മനസ്സിൽ ഒരു തീരാ നൊമ്പരമാണ്. ഏതൊരു യുവാവിനെ പോലെയും അനേകം പ്രതീക്ഷകളും അഭിലാഷങ്ങളുമായി ജീവിച്ച സേതുമാധവന്റെ വേദനയിലൂടെ മലയാളികളെ കൊണ്ടുപോയ 1989 ജൂലൈ 7 പുറത്തിറങ്ങിയ കിരീടം സിനിമ ഇന്നും മോഹൻലാലിന്റെയും തിലകന്റെയും പ്രകടനത്താൽ എല്ലാ മലയാളികളുടെയും മനസ്സിൽ മായാതെ നിൽക്കുന്നതിന്റെ തെളിവാണ് കിരീടം പാലം തേടിയെത്തുന്ന ഓരോ സന്ദർശകരും. ജീവിതം കൈവിട്ടു പോകുന്നു എന്ന തോന്നലിൽ, പരാജയത്തിന്റെ ഒറ്റപ്പെടലിന്റെ വേദനയിൽ ഇന്നും സേതുമാധവൻ ഈ പാലത്തിൽ എങ്ങോട്ടെന്നില്ലാതെ അനന്തതയിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടാകാം. ഇവിടെയാണ് എനിക്കെല്ലാം നഷ്ടമായത് എന്ന് സേതുമാധവൻ പറയുമ്പോൾ ഓരോരുത്തരും അറിയാതെ തന്നെ തങ്ങൾക്ക് എവിടെയാണ് എല്ലാം നഷ്ടമായതെന്ന് ഓർത്തുപോകും. മോഹൻലാലിന് ആദ്യമായി സ്പെഷ്യൽ ജൂറി കാറ്റഗറിയിൽ നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമായി പിന്നെ കിരീടം മാറുകയായിരുന്നു. കിരീടം സിനിമയ്ക്ക് 35 വർഷം തികയുമ്പോൾ മറക്കാനാകാത്ത, പകരക്കാരനില്ലാത്ത സേതുമാധവൻ ജീവിച്ചിരുന്നു, സ്നേഹിച്ചിരുന്ന, വേദനകൾ അനുഭവിച്ചിരുന്ന ആ സേതുമാധവന്റെ കൊച്ചു ഗ്രാമത്തിലേക്ക് നമുക്ക് തിരികെ പോകാം. ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് പലതും വിട്ടുകൊടുക്കേണ്ടി വന്ന സേതുമാധവൻ നടന്ന വഴിയിലൂടെ നടക്കുമ്പോൾ അന്ന് സേതുമാധവനോടൊപ്പം നെഞ്ചുപൊട്ടി കരഞ്ഞ ആ പ്രകൃതിയെ ഇന്നെനിക്ക് കാണാൻ കഴിയുന്നില്ല. പ്രകൃതിയുണ്ട്, പക്ഷേ ആ മനുഷ്യ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന, ആ ജീവൻ തുടിക്കുന്ന പ്രകൃതിയെ നമുക്ക് എവിടെയോ നഷ്ടമായി. സേതുവിന്റെ ജീവിതം കയ്യിൽ നിന്നും വഴുതി പോകുന്നത് കണ്ട് പകച്ചു നിന്നു പോയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും. എപ്പോഴെങ്കിലും അയാൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയായില്ല. പ്രകൃതി പോലും സേതുമാധവന്റെ ഓർമ്മകളോടൊപ്പം മറഞ്ഞു പോയിരിക്കുന്നു. കണ്ണീർ പൂവിന്റെ എന്ന പാട്ടിൽ നെൽപ്പാടങ്ങൾക്ക് നടുവിലെ ചെമ്മൺ പാതയിലൂടെ മോഹൻലാൽ നടക്കുമ്പോൾ പ്രേക്ഷകർ ഒരു വിങ്ങലോടെയാണ് അത് കണ്ടത്. ഈ പാലം ഇന്നൊരു വിനോദസഞ്ചാര കേന്ദ്രമാകാൻ ഒരുങ്ങുകയാണ്. ഒറ്റയ്ക്കായ സേതുമാധവന്റെ ഏകാന്തതയും അവസാനിക്കുകയാണ്. സേതുമാധവനെ തേടി ജനസാഗരങ്ങൾ ഇവിടെ എത്തും. എന്നാൽ സേതുമാധവൻ അനുഭവിച്ച ഏകാന്തതയും അതോടൊപ്പം ഇവിടെ അവസാനിക്കും. അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാധിക്കാതെ പോയ ഒരുപാട് സേതുമാധവന്മാർ ഇന്നും നമുക്കിടയിലുണ്ട്. എന്നാൽ ഇനി അവർക്കൊന്നും ഏകാന്തതയും ഒറ്റപ്പെടലും സമ്മാനിക്കാൻ ആ പഴയ കിരീടം പാലം ഉണ്ടാകണമെന്നില്ല. വിനോദത്തിന്റെയും സന്തോഷത്തിന്റെയും കേന്ദ്രമായി ഇവിടെ മാറുകയാണ്. വേദനയുടെ നീർച്ചാലുകൾ പതിയെ പതിയെ ദൂരേക്കെങ്ങോ അകലുകയാണ്. വഴക്കുണ്ടാക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല വന്നത്. യാത്ര പറഞ്ഞു പിരിയാൻ, അവളെ ആശ്വസിപ്പിക്കണം. നല്ലതേ വരൂ എല്ലാവരും.